സ്ത്രീകൾ ഇച്ചിരി സംസാരപ്രിയരാണ്, എല്ലാവർക്കും അറിയാം. അവരൊരുപാട് നേരം സംസാരിക്കും, ഒരുപാട് കാര്യം സംസാരിക്കും. പക്ഷേ അവൾ പറഞ്ഞതൊന്നും ഈ പുരുഷന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ സംസാരിച്ചോ, അതല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ നിങ്ങൾ പറയുന്നതൊന്നും കൂടെ റീതിങ്ക് ചെയ്ത് അതിൻ്റെ കംപ്രസ്ഡ് വേർഷൻ പുരുഷനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നീ ആ സ്ക്വിഡ് ഗെയിമിൻ്റെ കഥയൊന്ന് പറഞ്ഞു. എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല, ഇനി കാണാൻ സമയവും കിട്ടത്തില്ല. നീ ഒന്ന് പറഞ്ഞു തരാമോ? നായകനൊഴികെ ബാക്കി എല്ലാവരും ചാവും. അയ്യേ, അതറിയില്ലേ? പുരുഷന്മാർക്ക് ചുരുക്കി പറയുന്നതാണ് ഇഷ്ടം. കുറച്ചുകൂടെങ്കിലും ഡീറ്റെയിൽസ് ഇല്ലാതെ എങ്ങനെയാണ് ജനങ്ങളെ ചികിത്സിക്കുക, ഡയഗ്നോസ് ചെയ്യണ്ടേ? അതിപ്പോൾ വയ്യ. ഓക്കെ, സിംറ്റംസ് എങ്കിലും ഒന്ന് വിശദീകരിക്കൂ, എന്തെങ്കിലും ഒന്ന് വിശദീകരിച്ച് പറയൂ. വയ്യ ഡോക്ടർ, എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും ഒന്ന് വിശദീകരിച്ച് പറയൂ. എന്ന് പറഞ്ഞാൽ വയ്യ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പ്ലീസ് ഗെറ്റ് ഔട്ട്. നിങ്ങളൊരാണല്ലേ? ശേ സർ, ഐ ഹാവ് എ കംപ്ലൈൻറ്റ്. Ma'am, please explain what happened. Purse stolen. Can you tell us more details, please? Thief. Okay, but we need more details. Like how did he look? How tall was he? Etc. Purse, thief. Ma'am, we need more information to help you. Purse, thief, go. Sorry, we cannot help you anymore. Also, we are filing a case against you for wasting our time. No, sir, but you're a man. സോ യെസ്, ആര്യ ടോമിയും ഹസ്ബൻഡും കൂടെ ചേർന്ന് അയച്ചിട്ടുള്ള ടോപ്പിക് സജഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് നല്ല ഭാര്യയാവാൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 27 വഴികൾ. അപ്പോൾ ആ 27 വഴികളിലൂടെയും നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പ്രധാനപ്പെട്ട വഴികളിലൂടെയൊക്കെ നമുക്കിന്ന് സഞ്ചരിച്ച് നോക്കാം. അതായത് ഞാനെന്ന് പറയുന്ന ഞാനുണ്ട്, എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് അവളൊരു ഞാനാണ്. അങ്ങനെ രണ്ട് ഞാനുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ ആയി മാറുകയാണ്. ഈ ഞങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തീരുമാനവും നിൻ്റെ തീരുമാനത്തിനും വിലയില്ല. അവിടെ പിന്നെ വിലയുള്ളത് നമ്മുടെ തീരുമാനത്തിനാണ്. ഏതായാലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാനും നീയും എന്നുള്ളത് നമ്മളായി മാറിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കുറേ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ എന്തൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. രണ്ട് ഞാൻ ചേർന്ന് ഒന്നായി ഞങ്ങളായി. പക്ഷെ അപ്പോഴും ദൗത്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്ത്രീക്ക്. സ്ത്രീ ആയത് എത്ര വലിയ ഭാഗ്യം. നല്ല ദാമ്പത്യ ജീവിതം വേണമെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കൂട്ടുകാരിയായി മാറാൻ പഠിക്കണം. ബെസ്റ്റ് ഫ്രണ്ട്. യെസ്, ബെസ്റ്റ് ഫ്രണ്ട്, അത് കറക്റ്റാണ് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം. പുരുഷൻ ബൈ നേച്ചർ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു ഇച്ചിരി ബഹുമാന കൊതിയനാണ്. ഇച്ചിരി റെസ്പെക്റ്റ് എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. കളകളി തുല്യതയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ പറഞ്ഞിട്ട് ബഹുമാനം മാത്രം വൺ സൈഡഡ്. ബ്രദറെ, ഞങ്ങൾക്കും ബഹുമാനമൊക്കെ ഇഷ്ടമാണേ. എന്നിട്ട് ബഹുമാന കൊതിയനായ പുരുഷനൊരു കുഴപ്പമുള്ളത്, അവൻ ഒരുപാട് ദേഷ്യങ്ങൾ സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് സങ്കടങ്ങൾ സപ്രസ് ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ചിലപ്പോൾ തെറിയായിട്ടായിരിക്കാം, ചിലപ്പോൾ കയ്യോങ്ങി ആയിരിക്കാം, ചിലപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്ത് പൊട്ടിച്ചിട്ടൊക്കെ. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഭർത്താവ് അവൻ്റെ കോപം അനിയന്ത്രിതമായി പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ പിന്നീട് റെസ്പെക്റ്റിൽ നിന്ന്, ആ ബഹുമാനത്തിൽ നിന്ന് ഒരു പടി പിന്നോട്ട് കാലുവെച്ച് ഭാര്യമാരെയും അറിയാം, ഭാര്യമാരുടെ കുടുംബക്കാരെയും അറിയാം. അതുമൂലം ഭർത്താവ് വളരെയധികം വേദനിക്കുന്നതും കൗൺസിലിംഗ് അനുഭവത്തിലൂടെ കണ്ടതുകൊണ്ട് പറയാണ്. വയലൻസ് കാണിച്ചാലും ബഹുമാനം ഒട്ടും കുറയ്ക്കല്ലേ സിസ്റ്റേഴ്സ്, പ്ലീസ്. പറ്റുമെങ്കിൽ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് കൂടി പറയണം. വാട്ട് ഇറ്റ് മേ ബി, ലെറ്റ് ദം എക്സ്പ്രസ് ദെയർ ആങ്കർ. അതാണ് ശരിക്കും വേണ്ടത്. ദേഷ്യമുള്ള ഭർത്താവ് ദേഷ്യം എക്സ്പ്രസ് ചെയ്ത് കളയട്ടെ. നൈസ്. അതായത് വാട്ട് എവർ ഇറ്റ് മേ ബി എന്ന് പറയുമ്പോൾ വയലൻസ് കാണിച്ചാലും, കൈ ഓങ്ങി ഉപദ്രവിച്ചാലും, സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചാലും, തെറി വിളിച്ചാലും, ലെറ്റ് ദം എക്സ്പ്രസ് ദെയർ ആങ്കർ. ദേ ആർ മെൻ. ആങ്കർ, അതായത് ദേഷ്യത്തിന് ജെൻഡർ ഒരു മാനദണ്ഡമല്ല സഹോ. അല്ല, ഈ ഭാര്യമാരെ നല്ല വഴി പഠിപ്പിക്കാൻ നടക്കുന്ന സമയത്ത് നിന്ന് കുറച്ച് സമയം എടുത്ത് സയൻറ്റിഫിക് റിസർച്ച് പേപ്പേഴ്സ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. റിസർച്ച് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഓൾറെഡി ചെയ്ത് അംഗീകരിക്കപ്പെട്ട സയൻറ്റിഫിക് പേപ്പേഴ്സ് ഉണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ച് വായിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും ആങ്കർ ജെൻഡർ ബേസ്ഡ് അല്ല. സോ അതായത് രണ്ടുപേർക്കും ഈക്വലി വരാവുന്ന ദേഷ്യം
ഒരാൾ മാത്രം അത് പ്രകടിപ്പിക്കുകയും വയലൻസ് കാണിക്കുകയും ചെയ്താൽ പോലും അത് സഹിച്ചുകൊണ്ട് ബഹുമാനം കാണിക്കണം. മറ്റേ ആൾ അതൊക്കെ സപ്രസ് ചെയ്ത് വെക്കണം, ദേഷ്യമൊക്കെ സപ്രസ് ചെയ്ത് വെക്കണം. മാത്രമല്ല വയലൻ്റ് ആയ പാർട്ട്ണറിനെ ബഹുമാനിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞ് അവർ പ്രകടിപ്പിക്കും. ഭർത്താവ് പ്രകടിപ്പിക്കുകയല്ല. അത് ചെറിയൊരു കാര്യത്തിന് നെഞ്ചത്തടിച്ച് കരയുന്ന ഭാര്യയോ? ഇദ്ദേഹം ഏത് സീരിയലാണാവോ കാണുന്നത്? ഈ ഭർത്താക്കന്മാർക്ക് ഒരു 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 എലോൺനെസ് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പൊതുവെ ഏകാന്തമായി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ വല്ലാതെ കൊതിക്കും. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകണം, ഒരു അടിച്ചുപൊളി പാർട്ടിക്ക് പോകണം എന്നൊക്കെ കൊതിക്കുന്ന ആളുകളാണ് ഭർത്താക്കന്മാർ. പലപ്പോഴും സ്ത്രീകൾ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല എന്ന് തെറ്റിദ്ധരിച്ചും എൻ്റെ സന്തോഷത്തിന് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചും ഭർത്താവിൻ്റെ ആ ഒരു സ്പേസിൽ കയറി ഇടപെട്ട് കളയും. അതായത് ഒരു ഇൻഡിവിജ്വൽ സ്പേസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോഴൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക്, ധ്യാനങ്ങൾക്കും കൺവെൻഷനും സെമിനാറുകൾക്കും ഒക്കെ പോയി വളരെയധികം ടയേർഡായിട്ട് വീട്ടിൽ വരുമ്പോൾ 2 ദിവസം ഞാൻ എവിടെയെങ്കിലും ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തോ ഒരു മൊണസ്ട്രിയിലൊക്കെ പോയി ചിലപ്പോൾ 2-3 ഒരാഴ്ചയൊക്കെ താമസിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നെസസിറ്റി ഓഫ് എ മാൻ. അത് ഒരു പുരുഷൻ്റെ ആവശ്യമാണ്. പക്ഷെ ഭാര്യമാർ ഒരാഴ്ച എങ്ങാനും വീട്ടിൽ നിന്ന് റിജുവിനേഷന് വേണ്ടിയെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണെങ്കിൽ, താങ്കളെ പോലെ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളായാലും വീടായാലും ബാക്കി കാര്യങ്ങളായാലും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യൂല. മാത്രമല്ല ഈ സോ കോൾഡ് അനുവാദം പോലും ഇങ്ങനെ പോകാൻ ഭാര്യയ്ക്ക് നൽകൂല. അപ്പോൾ പിന്നെ സൗകര്യപൂർവ്വം ഭർത്താക്കന്മാരുടെ മാത്രം നീഡ് ആയിട്ട് ഇതിനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഭാര്യമാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ നന്മ നിറഞ്ഞവരല്ലേ, സഹനം നിറഞ്ഞവരല്ലേ. ഒരിക്കലും ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു സൈക്കാട്രിസ്റ്റുമായി സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഈ വാനപ്രസ്ഥ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഒരുപാട് ടെൻഷനിലിരിക്കുമ്പോൾ ഒരിച്ചിരി ഒന്ന് മാറി നിൽക്കുക, ഒന്ന് ഫ്രീ ആകുക, റിജുവിനേറ്റ് ചെയ്യുക എന്നുള്ളത് പുരുഷന്മാരുടെ ആവശ്യമാണ്. അതിന് ഇടങ്ങേറായിട്ട് ഭാര്യ പെരുമാറരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ആ വാനപ്രസ്ഥ ഫോർ മെൻ സജസ്റ്റ് ചെയ്ത സൈക്കാട്രിസ്റ്റ് ആരാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. കുടുംബത്തിൽ ഒരിച്ചിരി ചിരിയൊക്കെ വേണം, അതായത് സന്തോഷം വേണം. ആ സന്തോഷത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് പെണ്ണുങ്ങളായാൽ നന്നായിരിക്കും. ഒന്നും കൂടെ പറഞ്ഞാൽ ഭാര്യ ഒരിച്ചിരി ഫൺ ഇഷ്ടപ്പെടുന്ന ഒരാളും വീട്ടിൽ ഇച്ചിരി ഫൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും ആണെങ്കിൽ നന്നായിരിക്കും. ഇതിൽ ഒരിച്ചിരി ചിരിയൊക്കെ വേണം, അതായത് യെസ് സഹോദരിമാരെ, നിങ്ങൾ ഇത്രയൊന്നും ചെയ്താലും പോരാ. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ചിരി കൂടെ നിങ്ങളുടെ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തുക. പല കുടുംബത്തിൻ്റെയും തകർച്ച എവിടെയാണെന്നറിയോ? ഈ വന്നു കയറുന്ന ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ പുതുതായി ഒരു കുടുംബത്തിലെത്തുന്ന സ്ത്രീ ഭർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരുമായുള്ള ബന്ധത്തെ തകർത്ത് ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു അപകടമാണ്. മറ്റ് ബന്ധങ്ങൾ തകർത്ത് ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഭാര്യ. വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്, കുടുംബവിളക്കും സാന്ത്വനവും തോറ്റുപോകും, മുട്ടുമടക്കും ഇദ്ദേഹത്തിൻ്റെ സ്ത്രീ സങ്കല്പത്തിൻ്റെ മുന്നിൽ. എപ്പോഴും ഓരോ പുരുഷന്മാരുടെ ആഗ്രഹമാണ് മക്കളെ നന്നായി നോക്കണം എൻ്റെ ഭാര്യ എന്നുള്ളത്. പക്ഷേ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ അവളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടോ നടക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കില്ല. കാര്യം അവൾ അവളുടേതായ ലോകത്തായി പോകും. അങ്ങനെ ഒരിക്കലും ആകരുത്. മക്കൾക്ക് വേണ്ടി ഒരുപാട് സമയം അമ്മ ചെലവഴിക്കുന്നത് തിരിച്ചറിയുന്നത് ഭർത്താവിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. യെസ്, അതായത് സ്വന്തം വീട്ടിലോ വീട്ടുകാർക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ പോലും അതൊന്നും വലുതായിട്ട് വകവെക്കാതെ നിങ്ങൾ തന്നെ അപ്പോഴും കുട്ടികളെ നോക്കണം, കുട്ടികളുടെ ഡ്യൂട്ടി എടുക്കണം. അത് ഭർത്താവ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അതായത് ഒക്കേഷണലി പോലും അത് ഭർത്താവിൻ്റെ ഡ്യൂട്ടിയായി നിങ്ങൾ കണക്കാക്കരുത്. ഇനി ഈ വീഡിയോയ്ക്ക് താഴെ വന്നേക്കാവുന്ന പ്രിഡിക്റ്റീവ് കമൻറ്റ്, അയ്യേ ഫെമിനിസ്റ്റ് ചാനൽ, ആഹാ 2021 ഫെമിനിസം എന്ന് പറഞ്ഞാൽ ലിംഗസമത്വമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ. ഈ കേട്ടതുപോലുള്ള ദാമ്പത്യ ഉപദേശങ്ങൾ അത് ഭാര്യമാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ജനത എന്ന് പൊതുവെ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇത് കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ്സ്. അല്ല, ഇദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളതേ, ഈ സെയിം സെക്സ് മാരേജിൽ ഈ ഡ്യൂട്ടി ആരായിരിക്കും ചെയ്യുന്നത്? ഓ സോറി ബ്രദർ അതിനൊക്കെ എതിരായിരിക്കുമല്ലോ അല്ലേ? സോ മനുഷ്യരെയും മനുഷ്യത്വത്തിനെയും ഒക്കെ കാട്ടിലും വലുത് മതവും പഴഞ്ചനായിട്ടുള്ള ചില ഐഡിയോളജികളും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. Bye.
Starting